ഒരു സ്തോത്ര കാഴ്ച പിടുങ്ങിയുടെ നീറ്റൽ കാണുക. എം.എ. വർഗീസ് എന്ന തീവട്ടിയപ്പാപ്പനെ കുറെ പഴയ പെന്തകോസ്തുകാർക്കെങ്കിലും അറിയാമായിരിക്കും. മധ്യ തിരുവിതാംകൂർ മേഖലയിൽ നിന്ന് ഇവിടെ ക്ലച്ച് പിടിക്കാതെ വചനവ്യാപാരത്തിനായി അങ്ങ് കർണാടകയിലേക്ക് വണ്ടി കയറിയ ആൾ. അവിടെ ചെന്ന് പാവപ്പെട്ട വിശ്വാസികളുടെ സ്തോത്ര കാഴ്ച പിടുങ്ങിത്തിന്ന് കോടികളുടെ ഈശ്വരനായി. 3 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ഉണക്കമത്തി ചാരത്തിൽ ചുട്ടുകൂട്ടി കഞ്ഞി കുടിച്ചിരുന്നവന് ഇപ്പോൾ പാവങ്ങളുടെ സ്തോത്ര കാഴ്ചയും ദശാംശവും തിന്ന് വീർത്ത് ചേർത്ത് എല്ലിനിടയിൽ കയറിയപ്പോൾ വിശ്വാസികളെല്ലാം പന്നന്മാരും വിധവകളുടെ ചില്ലിക്കാശ് പോലും പിച്ചക്കാശുമായി മാറി. ഈ വീഡിയോ ഞങ്ങൾ വീണ്ടും നൽകുവാൻ കാരണം സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു നേരം നല്ല ഭക്ഷണം നൽകാതെ ആ പണം ചുരുട്ടിപ്പിടിച്ച് ഈ വചനപടവുകൾക്ക് കൊണ്ട് കൊടുക്കുന്ന പാവപ്പെട്ട വിശ്വാസികൾ കാണുവാനാണ്. എം.എ. വർഗീസ് എന്ന ദ്രവ്യദാസന്റെ ആ നാണം കെട്ട ജൽപ്പനകൾ ഒരിക്കൽ കൂടി കണ്ടാലും. എപ്പോഴും പുതിയ നോട്ടായിരിക്കും. അത് ബാങ്കിൽ പോയി പ്രത്യേകം പറഞ്ഞ് പുതിയ നോട്ട് കെട്ടോടെ എടുത്തുകൊണ്ട് വരും. ചോദിച്ചാൽ വേറെ ആർക്കും കൊടുക്കത്തില്ല. സ്തോത്ര കാഴ്ച ഇടാൻ മാത്രം ആ നോട്ട് എടുക്കും, അല്ലെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാനാണ്. എൻ്റെ പിള്ളേരെ സന്തോഷിപ്പിക്കേണ്ടതിന് നല്ല നോട്ട് കൊടുക്കണമെന്ന് എനിക്ക് അറിയാമെങ്കിൽ പിച്ചക്കാശും സ്തോത്ര കാഴ്ചയും രണ്ടും രണ്ടാ. പിച്ചക്കാശും സ്തോത്ര കാഴ്ചയും രണ്ടും രണ്ടാ. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇച്ചിരൂടെ തമാശയുള്ള ഒരു കാര്യം പറയാം. എൻ്റെ ചർച്ചിൽ ഞങ്ങൾക്ക് സ്തോത്ര കാഴ്ച എണ്ണാനും വേണ്ടി ഒന്നും ഇല്ലായിരുന്നു. ആരംഭത്തിൽ 1983 ഞാൻ ചർച്ചിൽ ചെന്ന് ചുമതലയെടുക്കുമ്പോൾ 7 രൂപ 50 പൈസ കിട്ടിയ ആഴ്ചയില്ല. 7 രൂപ 45 പൈസ വരെ സ്തോത്ര കാഴ്ചയും ദശാംശം എല്ലാം കൂടെ വന്നിട്ടുണ്ട്. 7.5 രൂപ തികച്ച് കിട്ടിയിട്ടില്ല. അന്നൊരിക്കൽ ഒരു പ്രവാചകനെ എൻ്റെ ഭാര്യയോടൊരു ദൂത് പറഞ്ഞു, കാശ് എണ്ണി നിന്റെ കൈ കുഴയ്ക്കും. കൈ കുഴയ്ക്കുമെന്നാണ് പറഞ്ഞത്. കഴിക്കുമെന്ന് പറയാൻ പുള്ളിക്ക് അറിയാൻ വയ്യ. ആന്ധ്രയിൽ വളർന്ന മലയാളിയാണ്. പുള്ളിക്കാരൻ പറഞ്ഞ പദമാണ് കാശ് എണ്ണി നിന്റെ കൈ കുഴയ്ക്കും. ഓക്കെ, ആ പദം അകത്ത് കിടന്നു. ഞങ്ങളുടെ സ്തോത്ര കാഴ്ച വളരാൻ തുടങ്ങി, വർദ്ധിക്കാൻ തുടങ്ങി. ഒടുവിൽ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് സ്തോത്ര കാഴ്ച എണ്ണിയാൽ ഞായറാഴ്ച കൊണ്ട് തീരാതെ വരും. കാര്യം പബ്ലിക് 10 പൈസ ഇട്ടേച്ച് പോക്കളി. ഇത് എണ്ണി 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 ഇവരുടെ കച്ചവടം കഴിയുക. അങ്ങനെ തീരാതെ വരുമ്പോൾ ഒരു 5 മണി വരെ ഇരുന്ന് എണ്ണിയേച്ച് ഒരു പുതിയ അലമാരി വാങ്ങിച്ച് അതിനകത്ത് വെച്ച് പൂട്ടിയേച്ച് പോയി. പിന്നെ തിങ്കളാഴ്ച വന്നിരുന്ന എണ്ണാൻ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇച്ചിരൂടെ ഞങ്ങൾ വളർന്നപ്പോൾ പറഞ്ഞു, ഈ നോട്ട് എണ്ണുന്ന ഒരു മെഷീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോട്ട് എണ്ണുന്ന ഒരു മെഷീൻ വാങ്ങിച്ചു. നോട്ട് എണ്ണുന്ന മെഷീൻ ഒരു വലിയ തകരാറുണ്ട്. സാധാരണക്കാരൻ്റെ ഇടുന്ന സ്തോത്ര കാഴ്ച നോട്ട് എണ്ണുന്ന മെഷീൻ അക്സെപ്റ്റ് ചെയ്തില്ല. ചുരുണ്ടതും മടങ്ങിയതും. അത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഏറ് കാണും. അതങ്ങ് കളയേ ഉള്ളൂ, എണ്ണുകയില്ല. പിന്നെ അതെടുത്ത് നിവർത്ത് മടക്കി ഒക്കെ എൻ്റെ പൊന്നെ തേപ്പ് വെട്ടി ചൂടാക്കി തേച്ച് നിവർത്തൊക്കെ വരെ മെഷീനെ കൊണ്ട് എണ്ണിച്ചിട്ടുണ്ട്. എന്ത് ഗതികേടാ വരുന്നതെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ ഇത് പിച്ചക്കാശാണ്, നമുക്ക് എണ്ണം കൊള്ളുകയില്ലെന്നാണ് മെഷീൻ പറയുന്നത്. ഇപ്പം ഞങ്ങൾക്ക് 5 മെഷീനുണ്ട് നോട്ട് എണ്ണുന്നത്. ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ എണ്ണി തീരുകയില്ല. അതുകൊണ്ട് 5 മെഷീനുണ്ട് നോട്ടെണ്ണാൻ. സർവീസസ് ഒത്തിരിയുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ രണ്ടാമത്തെ മോൻ എന്ന് പറഞ്ഞ, ഡാഡി ഈ പന്നം പിടിച്ച ആളുകൾ കൊണ്ട് നോട്ട് വിട്ടേച്ചു പോകും, ഇത് എണ്ണിയും തേച്ചും തൂത്തും വിഷമിച്ചു. ഞാൻ വേറൊരു മെഷീൻ കണ്ടുപിടിച്ചു. ജപ്പാനിൽ കിട്ടും. സ്പെഷ്യൽ ഓർഡർ കൊടുത്തെങ്കിലേ ഇത് കിട്ടുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് 2.5 ലക്ഷം ഏതാണ്ടാണ് ആ ഒരു മെഷീൻ്റെ വില. അതേലൊരെണ്ണം ഓർഡർ ചെയ്താലോ എന്നൊരു ഡൗട്ട്. ഞാൻ പറഞ്ഞ ആരെങ്കിലും 2-3 പേര് അത് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് ഉപയോഗിച്ച് കുഴപ്പമില്ലെന്ന് തെളിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചാൽ മതി. ആ മെഷീൻ്റെ പ്രത്യേകത, എത്ര ചുരുണ്ട നോട്ടാണെങ്കിലും കൊണ്ടിട്ടാൽ അത് ശ്രദ്ധാപൂർവ്വം വരുന്ന എണ്ണിക്കോളും. 1, 2 കിട്ടുന്നത് വാരി അങ്ങ് ഇട്ടാൽ മതി. സ്വതരാഴ്ച പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് അങ്ങ് കുടഞ്ഞിട്ടാൽ മതി. 5 രൂപയുടെയും 10 രൂപയുടെയും അത് തന്നെ വേർതിരിച്ച് ആകെ എണ്ണി 100 നോട്ട് വീതമാക്കി ഓരോ ബണ്ടിലാക്കി തരും. ടോട്ടൽ ഇത്ര ഉണ്ടെന്ന് പറയും. നമ്മൾ 25 പേരെ ഇരുത്തി ഈ പബ്ലിക്കിൻ്റെ സ്വതരാഴ്ച എണ്ണുന്നതിന് പകരം ഒരു മിഷൻ ഇത് എണ്ണിത്തരും. ഞങ്ങളിത് ഇതുവരെയും വാങ്ങിച്ചില്ല, കാര്യം പ്രൂവ് ചെയ്യണം. ഞാൻ എന്തോ പറഞ്ഞു വരുന്നതെന്ന് അറിയാമോ? സ്തോത്ര കാഴ്ച. ഞാൻ അന്ന് ഇവിടെ പ്രസംഗിച്ചു, സ്തോത്ര കാഴ്ച എന്ന് പറയുന്ന പിച്ചക്കാശല്ല. ഇതും കൊണ്ടിട്ട് വെച്ചാൽ ഒരു ദൈവവും അംഗീകരിക്കത്തില്ല. സ്തോത്ര കാഴ്ച ഇടുന്നെങ്കിൽ എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ വരുമാനത്തിനും ബാങ്ക് ബാലൻസിനും യുക്തമായ ഒരു തുക, ചുളുങ്ങാത്ത മുഷിയാത്ത നല്ല നോട്ട് കർത്താവെ അംഗീകരിക്കണേ എന്ന പ്രാർത്ഥനയോടെ വലത്തെ കൈകൊണ്ടേ സമർപ്പിക്കാവൂ. പിടികിട്ടുന്നുണ്ടോ? അത് സ്തോത്ര കാഴ്ചയാണ്, മറ്റേത് പിച്ചക്കാശ. പലരും കണ്ടുമറന്ന ഈ വീഡിയോ വീണ്ടും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് i2 ന്യൂസ് പ്രേക്ഷകനായ റോണിയാണ്. റോണിയുടെ ചിന്തോദ്ദീപകമായ ആ ചിന്തകൾ ഞങ്ങൾ i2 ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ശ്രമിച്ചാലും. ദശാംശം, സ്തോത്രകാഴ്ച, ഓഹരി, ഇതൊക്കെ മേടിച്ചെടുക്കാൻ പാൻറ്റിട്ടിറങ്ങുന്ന കുറേ ജീവികളുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ജീവികൾക്ക് കൊടുത്ത് മുടിഞ്ഞവരും മുടിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടി ദശാംശത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ i2 ന്യൂസിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംസാരിച്ച ആ ഭാഗത്തിലൂടെ ഇനി ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല.
അന്ന് ഞാൻ നൽകിയ സംഭാഷണത്തിൽ വളരെയധികം പ്രാധാന്യം നൽകി എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ദശാംശം പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഒരു മറുവശമുണ്ട്, അതിനെക്കുറിച്ചാണ്. അതായത് ദശാംശം, ഓഹരി, സ്തോത്രകാഴ്ച ഇവയൊക്കെ കളക്ട് ചെയ്യുന്ന ഈ പാസ്റ്റേഴ്സ് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുണ്ട്, അവരുടെ വേദനകളുണ്ട്. അവരുടെ ആ വേദനകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വേദനകളെക്കുറിച്ചാണ് ബെന്തക്കോസ് സമൂഹത്തിൻ്റെ രോമാഞ്ചകമായ എം.എ. വർഗീസ്, അതായത് യേശുക്രിസ്തുവിനേക്കാൾ ഒരുപടി മുകളിലാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ തക്കവണ്ണം ഇവരെ കൊണ്ടു നടക്കുന്ന പ്രശസ്ത പാസ്റ്റർ എം.എ. വർഗീസിൻ്റെ വേദനകൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണുവാനിടയായി. ഇതൊരു ശകലം പഴയ വീഡിയോ ആണ്, പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്താണ് ഇതിനെ ശ്രദ്ധിച്ചത്. നിങ്ങളിൽ പലരും ഈ എം.എ. വർഗീസിൻ്റെ ഈ സങ്കടങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഞാൻ ഈ പറയുന്നത് ഇത് കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എം.എ. വർഗീസിൻ്റെ പ്രായത്തിനെ കണക്കിലെടുത്ത് നിങ്ങൾ ഇനിയും ദശാംശമോ സ്തോത്രകാഴ്ചയോ ഓഹരിയോ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ചെന്ന് പുതിയ നോട്ട് കളക്ട് ചെയ്ത് ഈ ഇദ്ദേഹത്തിനെ സഹായിക്കണം. അതായത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ നോട്ട് വേണം ഇദ്ദേഹത്തിന് കൊടുക്കാൻ. അഥവാ നിങ്ങളുടെ വലത്തെ കൈ ഒടിഞ്ഞിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇടത്തെ കൈ കൊണ്ട് കൊടുക്കരുത്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ ബെന്തക്കോസ്ത് തലത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. എനിക്ക് ഈ എം.എ. വർഗീസ് എന്ന് പറഞ്ഞ ഈ മുതുകള്ളൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടലല്ല ഉണ്ടായത്, സങ്കടമാണ് ഉണ്ടായത്. തീർത്തും സങ്കടമുണ്ടായി. എനിക്ക് സങ്കടമുണ്ടായത് ഇവന് ഇതിനകത്ത് പറഞ്ഞ പിച്ചക്കാശ് ഇടുന്ന പന്നം പിടിച്ച മനുഷ്യരെ ഓർത്താണ്. പിന്നെ ഇതിന് ന്യായീകരണമായിട്ട് എം.എ. വർഗീസ് എന്ന് പറഞ്ഞ ഈ കള്ളനും ഇവൻ്റെ കൂടെ നിൽക്കുന്ന 1-2 പാസ്റ്റേഴ്സായിട്ടുള്ള മുതുകള്ളന്മാരും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇവന്മാർ പറയുന്നത് ഞാൻ പറഞ്ഞത് പന്നം പിടിച്ച നോട്ടെന്നാണ്, പന്നം പിടിച്ച മനുഷ്യരെന്നല്ല. അപ്പോൾ ആ പന്നം എന്ന് പറഞ്ഞ ആ വാക്ക് നോട്ടിൻ്റെ മുമ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മനുഷ്യരുടെ പുറകിൽ കൊണ്ട് ഒട്ടിച്ചതാണ്. അതായത് ഇവൻ പറയുന്ന ഈ മൊണ്ണത്തരങ്ങളൊക്കെ ഇവൻ്റെ കൂടെ അല്ലെങ്കിൽ ഇവൻ്റെ സഭയിൽ വരുന്ന മൊണ്ണകൾ കേട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് ഉരുട്ടി വിഴുങ്ങുമായിരിക്കും. പക്ഷേ തലയിൽ ആൾതാമസമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ എന്തുവാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് നിൻ്റെ സഭയിൽ വരുന്ന ആൾക്കാരുടെ കൂട്ടാണ് കേരളത്തിലെ മൊത്തം ജനങ്ങളെന്ന് നീ എണ്ണരുത്. എടോ എം.എ. വർഗീസേ, നീ ഈ പറഞ്ഞ പന്നം പിടിച്ച പിച്ചക്കാശിടുന്ന മനുഷ്യരെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നീ ഒരു വട്ടമെങ്കിലും ഇവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഈ വർത്തമാനം നിന്ന് പറയത്തില്ല. നീയും പറയത്തില്ല, നിൻ്റെ മോനും പറയത്തില്ല. കാരണം നീ ഇവർ ഒന്നും അറിയാത്ത ഈ പാവം പിടിച്ചവരൊക്കെ കൊണ്ടുവന്ന് നിൻ്റെ അകത്തോട്ട് തള്ളിത്തരുന്ന ഈ പൈസയും കൊണ്ട് നീയും നിൻ്റെ മക്കളും പൊളച്ച് മതിച്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. കാരണം നീ എന്താ പറയുന്നത്, പുതിയ നോട്ട് കെട്ടുകൾ എൻ്റെ മക്കളെ സന്തോഷിപ്പിക്കാൻ ഞാൻ കൊടുക്കുന്നു. അത് നിനക്ക് കൊടുക്കാം. കാരണം വെച്ചാൽ നിനക്ക് കൊടുക്കുന്നതിന് എന്നാ കുഴപ്പം? ഇഷ്ടംപോലെ കോടിക്കണക്കിന് കാശ് കിടക്കുന്നിടത്ത് മക്കളെ സന്തോഷിപ്പിക്കാൻ പുതിയ നോട്ടോ എന്തു വേണമെങ്കിലും നീ കൊടുക്കാം. പക്ഷേ പാവം പിടിച്ചവർക്ക് അത് കൊടുക്കാനുള്ള നിവൃത്തിയില്ല. ഈ മതിച്ച് പൊളച്ച് നടക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണല്ലോ നിൻ്റെ മോന് കഴിഞ്ഞ ദിവസം നിന്ന് കോട്ടയത്ത് നിന്ന് പ്രസംഗിച്ചത്. ഇവൻ്റെയൊക്കെ ഭാര്യമാർ പാസ്റ്റേഴ്സിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് പോയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ. ഈ ഫ്ലൈറ്റിലും ബെൻസിലും കയറി നടക്കുന്ന നീയും നിൻ്റെ മക്കളും ഈ ചേരി പ്രദേശങ്ങളിലൂടെയും പാവങ്ങൾ താമസിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കണം. നിൻ്റെ പാത്രങ്ങളിലേക്ക് ഈ പാവങ്ങൾ കൊണ്ടിട്ട് തരുന്ന പൈസ അവർ എങ്ങനെ മിച്ചം പിടിച്ചാണെന്ന് നിനക്കറിയാമോ? സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ആഹാരം മേടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത അനേകം ആൾക്കാരുണ്ട്. ചില കുടുംബങ്ങളിലാണെങ്കിൽ പുരുഷന്മാർ മദ്യപാനിയായിരിക്കാം, യാതൊരു നിവൃത്തിയില്ലായിരിക്കും. ഈ സ്ത്രീ പല വീടുകളിലൊക്കെയും ജോലി ചെയ്തും അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി അങ്ങനത്തെയുള്ള ചില കാര്യങ്ങളിലൊക്കെയും പോയിട്ടായിരിക്കും ചിലപ്പോൾ ചില പൈസ കിട്ടുന്നത്. അതിൽ സ്വന്തം മക്കൾക്കൊരു മീൻ മേടിച്ചിട്ട് ചോറ് കൊടുക്കാൻ കഴിവില്ലാത്തവരെ നിനക്ക് 5ഉം 10ഉം ഒക്കെ ഈ ഭർത്താവിൻ്റെ കുടി മാറാനായിട്ടായിരിക്കാം പല സ്ത്രീകളും ഇതുപോലെയുള്ള ആരാധനാലയങ്ങൾ തേടി വരുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങൾ തേടി വരുന്നത്. കാരണം പല
ആൾക്കാരും പറയുന്നുണ്ട് ഇവിടെ ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ അയാൾ തലയിൽ കൈ വെച്ച് കഴിഞ്ഞാൽ എല്ലാം മാറും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതൊക്കെ കേട്ട് കേൾവി അനുസരിച്ചിട്ടാണ് ഇതൊക്കെ ഈ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിൻ്റെയൊക്കെ ഈ ആരാധനാലയങ്ങളിലും നിൻ്റെയൊക്കെ ഇതിലേക്ക് കൊണ്ടുതരുന്ന പൈസ കൊണ്ടിടുന്ന ഈ സ്ത്രീകളൊക്കെയും ഇങ്ങനെയൊക്കെയും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കേണ്ട പൈസ മിച്ചം പിടിച്ച് നീ മനസ്സിലാക്കണം. ഈ ചുരുണ്ടുകൂടിയ നോട്ടെന്ന് പറയും, നീ അത് കണ്ടിട്ടുണ്ടോ? അതെന്താ എങ്ങനെയാണ് സംഭവിക്കുന്നത് നിനക്കറിയോ? നല്ലൊരു പേഴ്സ് പോലും ഇവർക്ക് കാണുകയില്ല ഇടാനായിട്ട്. ഈ സ്വർണ്ണക്കടകളിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പേഴ്സ് ഉണ്ടല്ലോ, അതുപോലും ഇവർക്ക് ലഭിക്കാറില്ല, അല്ല അവർക്ക് കിട്ടാറില്ല. ഈ പാവങ്ങളൊക്കെ ബസ് പിടിച്ച് ഉന്തിയും തള്ളും, ചിലപ്പോൾ സാരിത്തുമ്പിലൊക്കെ ആയിരിക്കും ഈ പൈസയൊക്കെ കെട്ടിവെച്ച്, അല്ലെങ്കിൽ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഈ ബസ്സിൽ കയറി യാത്ര ചെയ്ത് നിൻ്റെയൊക്കെ ഈ പാത്രങ്ങളിലേക്ക് കൊണ്ടിടുന്നത്. അതാണ് നീ പറയുന്ന ഭിക്ഷക്കാശ്. ഭിക്ഷക്കാശ് എന്നല്ല, പിച്ചക്കാശ്. എം.എ. വർഗീസേ കള്ള, നിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് UK, USA, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കിടക്കുന്ന പെന്തക്കോസ്ത് മലയാളികളിൽ നിന്നാണ് നമുക്കറിയാം. ഈ സ്ഥലങ്ങളിലൊക്കെ കിടക്കുന്ന മലയാളികൾ എം.എ. വർഗീസ് പാസ്റ്റ് എന്ന് പറയും, രോമാഞ്ചം കൊണ്ട് രോമങ്ങൾ ചാടി പുറത്തു വരുമോ എന്നുള്ളതാണ്. ആ തള്ളലൊക്കെ നമ്മളൊന്ന് കേൾക്കേണ്ടതാണ്. എം.എ. വർഗീസ് പാസ്റ്റുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ മോന് മുട്ടിൽ പല്ലുവേദനയായിരുന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എം.എ. വർഗീസ് പാസ്റ്റർ അവിടെ നിന്ന് ഒരു സ്തോത്രം പറഞ്ഞതേ ഉള്ളൂ, ഹല്ലേലൂയ പറഞ്ഞത്, അതൊന്നും അങ്ങ് മാറി. ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെയൊക്കെയാണ് ഈ വിദേശ രാജ്യങ്ങളിൽ കിടക്കുന്ന അമ്മച്ചിമാർ എം.എ. വർഗീസിനെ കുറിച്ച് തള്ളുന്ന തള്ളൽ. അച്ചായന്മാരും മോശമൊന്നുമല്ല, പക്ഷേ ഈ എം.എ. വർഗീസ് പാസ്റ്റർ എന്ന് പറയുന്നതിനെക്കാട്ടിൽ അഭിമാനമുണ്ട് സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കള്ളന്മാർക്ക് ലക്ഷങ്ങൾ ഇതുപോലെ അയച്ചു കൊടുത്ത് നശിപ്പിക്കുന്ന നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ദൈവമുമ്പാകെ ഇതിനൊരു കണക്ക് പറയേണ്ടി വരും. പാവപ്പെട്ട ജനങ്ങൾ തങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ മിച്ചം പിടിക്കുന്ന കാശുകൊണ്ട് ഇവനൊക്കെ സ്തോത്രകാഴ്ചയും ദശാംശവും ഒക്കെ കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ ഈ പാവങ്ങളുടെ കാശ് അവന് പിച്ചക്കാശാണ്. ഈ പാവങ്ങളെല്ലാം പന്നം പിടിച്ചവരുമാണ്, ഇവനും ഇവൻ്റെ മക്കൾക്കും. പിന്നീട് ഇവനും ഇവൻ്റെ പാസ്റ്റേഴ്സും കൂടെ വന്നിരുന്ന് ന്യായീകരിക്കുന്ന കേൾക്കണം. അതായത് ഞങ്ങൾ പന്നം പിടിച്ച ജനങ്ങളെന്ന് പറഞ്ഞിട്ടില്ല, ഈ പന്നം പിടിച്ച നോട്ടുകൾ എന്ന് പറയുന്നിടത്തെ പന്നം എന്ന് പറഞ്ഞ വാക്ക് വെട്ടിയെടുത്ത് ജനങ്ങളുടെ പുറകിലോ പൃഷ്ഠത്തിലോ ഒക്കെ കൊണ്ട് ഒട്ടിച്ചതാണ് എന്ന് പറഞ്ഞാണ് ഈ വൃത്തികെട്ടവൻ ഇറങ്ങിയിരിക്കുന്നത്. ഇവൻ ഒരു ഉളിപ്പുമില്ലാതെ ഇവനും 25 വർഷം ഇവൻ്റെ കൂടെ സേവനം ചെയ്യുന്ന ദൈവമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കും കുറേ കള്ള പാസ്റ്റേഴ്സും കൂടെ ഇറങ്ങിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കുറേ കള്ളങ്ങൾ നിരത്തി ന്യായീകരിക്കുന്നു. ഇങ്ങനെ എങ്ങനെ കള്ളത്തരം പറയാൻ കഴിയുമെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എം.എ. വർഗീസിനെ പോലെയുള്ള സെപ്റ്റി ടാങ്കുകളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തോട് ഞാൻ പറയുന്നു, ഇവനെയൊക്കെ ഓർത്ത് നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെയുള്ള വർഗീസുമാരെയും ജോർജുമാരെയും ഒക്കെ റോൾ മോഡലാക്കി കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് മാതൃകയാക്കേണ്ടത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, വിശുദ്ധ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തു എപ്പോഴെങ്കിലും ദശാംശം കൊടുത്തതായിട്ട് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ദശാംശം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ദശാംശം കൊടുത്തായിട്ടും പറയുന്നില്ല, ദശാംശം കൊടുക്കണമെന്നും പറയുന്നില്ല. തിരുവചനത്തിൽ യേശു ടാക്സ് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്, പക്ഷേ ദശാംശം കൊടുത്തതായിട്ട് പറയുന്നില്ല. ടാക്സ് കൊടുത്ത യേശുവിന് ദശാംശം കൊടുക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ടാക്സ് കൊടുത്തതായിട്ട് യേശു ടാക്സ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 17-ാം അധ്യായം വായിക്കുമ്പോൾ ഇവിടെ ഒരു സ്ഥലത്തും യേശു പത്രോസിനോട് പറയുന്നില്ല, നീ പോയി പാൻറ്റിട്ട് പോയിട്ട് സുവിശേഷം പറഞ്ഞ് ആരുടെയെങ്കിലും തലയിൽ കൈ വെച്ചിട്ട് ദശാംശം മേടിച്ചുകൊണ്ട് വന്നിട്ട് ടാക്സ് കൊടുക്കാൻ പറഞ്ഞില്ല. യേശു പറഞ്ഞ ചൂണ്ടയിട്ട് മീനിനെ പിടിച്ച് ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായിൽ നിന്ന് കിട്ടുന്ന പണം എടുത്ത് എനിക്കും നിനക്കും ടാക്സ് അടയ്ക്കാനായിട്ടാണ് അവിടെ പറയുന്നത്. മാത്രമല്ല യേശു അനേകായിരം രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇവരുടെ ആരുടെ കയ്യിൽ നിന്ന് യേശു പണം പിരിച്ചിട്ടുണ്ടോ? മാത്രമല്ല മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ദശാംശം കൊടുക്കുന്ന പരീശന്മാരെ യേശു വിമർശിക്കുന്നുമുണ്ട്. അവിടെ ദശാംശം വാങ്ങിച്ചിട്ടില്ലാത്ത യേശു, ദശാംശം കൊടുക്കാൻ പറഞ്ഞിട്ടില്ലാത്ത യേശു, ടാക്സ് കൊടുത്ത യേശു. നിങ്ങൾ കൊടുക്കണമെന്നും നിങ്ങൾ കൊടുക്കുവാൻ പറഞ്ഞിട്ടുള്ളതും ആർക്കാണ്? ദരിദ്രന്മാർക്ക് കൊടുക്കുവാനാണ് യേശു പറഞ്ഞിട്ടുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. എന്ത് കൊടുപ്പീൻ എന്നാണ് പറയുന്നത്? ഭിക്ഷ കൊടുപ്പീൻ. കേട്ടല്ലോ എം.എ. വർഗീസ് പാസ്റ്ററെ. അല്ലാതെ നിങ്ങൾക്കുള്ളത് വിറ്റ് പുത്തൻ നോട്ടുകളാക്കി എം.എ. വർഗീസ് പാസ്റ്ററിനും സ്വയം പ്രഖ്യാപിത അപ്പോസ്തലനായ ടിൻറ്റുമോന്മാർക്കും ഒക്കെ കൊണ്ട് കൊടുപ്പീൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്.
ഈ ഭിക്ഷ കൊടുപ്പീൻ, ദരിദ്രന്മാർക്ക് കൊടുപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിനെ സമീപിക്കുന്ന, നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് യേശുവിനെ സമീപിക്കുന്ന ഒരു വ്യക്തിയെ അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അവനെ നോക്കിയിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ആർക്ക് കൊടുക്കാനാണ് അവിടെ പറയുന്നത്? ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ദരിദ്രന്മാർക്ക് കൊടുക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അവിടെ യേശു പറഞ്ഞില്ല നീ ഇത് വിറ്റ് പുരോഹിതന്മാർക്കും പാസ്റ്റേഴ്സിനും പ്രവാചകന്മാർക്കും കൊടുക്കാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് തരാൻ പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഒരുപാട് വേലകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ പാസ്റ്റേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ ഇന്ന സ്ഥലത്തൊരു വേല ആരംഭിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനെ പുത്തൻ നോട്ടുകളാക്കി കെട്ടിക്കെട്ട് 100-ൻ്റെ ബണ്ടിലാക്കി ഇങ്ങോട്ട് തന്നേക്കൂ, എനിക്ക് വലിയ 5-6 പോക്കറ്റുകളുണ്ട്, ഈ പോക്കറ്റിൽ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാസ്റ്റേഴ്സും പ്രവാചകന്മാരും അന്നേരം അവനെ മുതലാക്കിയനേമായിരുന്നു. പക്ഷേ യേശു പറഞ്ഞത് നിൻ്റെ സമ്പത്ത് മുഴുവനും വിറ്റ് നീ ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. യേശു അവനെ മുതലാക്കാൻ നിന്നില്ല. അതുപോലെ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. അവിടെ യേശു പറയുന്നുണ്ട്, നീ വിരുന്ന് കഴിക്കുമ്പോൾ നിൻ്റെ സ്നേഹിതരെയും ചാർച്ചക്കാരെയും സമ്പന്നരെയും വിളിക്കരുത്. ദരിദ്രന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ, അംഗഹീനർ ഇവരെയൊക്കെയാണ് നീ നിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇവിടെ ഒരിടത്തു പോലും പാസ്റ്റേഴ്സിനെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഒന്നും വിളിക്കാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് വില കൂടിയ വിരുന്നുകൾ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ പ്രിയ എം.എ. വർഗീസ് പാസ്റ്റർ പറയുന്ന കേട്ടു, ഏതാണ്ട് ഇത്ര ലക്ഷം രൂപയുടെ ഒരു ലഞ്ചാണ് അദ്ദേഹത്തിന് അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു വിശ്വാസി നൽകിയെന്നുള്ളത്. പക്ഷേ തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആരെയാണ് വിരുന്നിന് വിളിക്കേണ്ടത് എന്നുള്ളത്. ദരിദ്രന്മാർക്ക് കൊടുക്കുന്നതിനെപ്പറ്റി പൗലോസും ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പറയുവാനാണെങ്കിൽ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് വാക്യങ്ങൾ നിരത്തി വെച്ച് പറയാനായിട്ടുണ്ട്. സമയമുള്ളപ്പോൾ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുക. ഒരു കാര്യം കൂടി, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ യേശു ഇങ്ങനെ പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു, നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്ക് ആകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. ഇവിടെ ഒരിടത്തും ഞാൻ ഇങ്ങനെ വായിച്ചില്ല, ഞാൻ പാൻറിട്ട പാസ്റ്ററായിരുന്നു, നിങ്ങൾ എനിക്ക് ദശാംശം തന്നില്ല, ഞാൻ ലോഹയിട്ട പുരോഹിതനായിരുന്നു, നിങ്ങൾ എനിക്ക് സ്തോത്രകാഴ്ച തന്നില്ല, ഞാൻ ജുബയിട്ട ഉപദേശിയായിരുന്നു, നിങ്ങൾ എനിക്ക് ഓഹരി തന്നില്ല. എൻ്റെ സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. ഇനി നിങ്ങളുടെ വേദപുസ്തകത്തിൽ അതുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. വചനവിരുദ്ധമായി ദുരുപദേശകരായ ഈ പൈശാചികദാസന്മാരായ അപ്പത്തുല്യന്മാരെയും വചനക്കൊള്ളക്കാരെയും തീറ്റിപ്പോറ്റുന്ന നിങ്ങൾ ദയവായി ചിന്തിക്കുക, ഉചിതമായി ഇനിയെങ്കിലും പ്രവർത്തിക്കുക. ഇവന്മാർ ദൈവവേലയാണോ അതോ ദൈവത്തിനിട്ട് വേലയാണോ വെക്കുന്നത് എന്ന് ഇവരുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വയം വിലയിരുത്തുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.